നമ്മെ ആമേൻ മാനിച്ച കർത്താവിൻ്റെ വലിയ ദയ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ടല്ലോ. ആ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവശബ്ദം കേൾക്കാൻ കടന്നു വന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും പ്രത്യേക സ്നേഹത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് പകൽക്കാലം അല്പനിമിഷം ആമേൻ ധ്യാനിപ്പാൻ 138 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യം, 138 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഇന്ന് പകൽക്കാലം ചോദിക്കുകയാണ്. ഇവിടെ നമ്മൾ 4 വാക്യം വായിക്കുമ്പോൾ, യഹോവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായിൻ വചനങ്ങളെ കേട്ട് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് നമുക്കിവിടെ കേൾക്കാൻ കഴിഞ്ഞത്. 4 വാക്യം നമ്മൾ ചോദിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിന് തൊട്ടു മുകളിൽ 3 വാക്യം കൂടെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം അരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ? ഇപ്പം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന, ദൈവത്തെ കാര്യാദികൾ ബോധിപ്പിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ചില അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മളുടെ വായിച്ച് കേട്ടത്. നമുക്കറിയാം, ഈ സങ്കീർത്തനം എഴുതി വേറെ ആരുമല്ല, ദാവീദ് തന്നെയാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഈ പ്രഭാതവേളയിൽ ഈ സങ്കീർത്തന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ ഈ സങ്കീർത്തന ഭാഗം നമ്മൾ വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമ്മൾ ഇത് ഏറ്റെടുക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. സ്തോത്രം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ. അപ്പോൾ ദാവീദ് എല്ലാ കാലത്തും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാറുണ്ട്. അവൻ്റെ സങ്കടങ്ങൾ വരുമ്പോൾ, അവൻ്റെ വേദനകൾ വരുമ്പോൾ ദാവീദ് ദൈവത്തെ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാറുണ്ട്. സ്തോത്രം. ഇത് പകലിൽ ദൈവത്തെ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യുമെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 102 സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ, 102 സങ്കീർത്തനം അതിൻ്റെ 17 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും. കണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ ഭയപ്പെടുന്ന ഒരു തലത്തിലേക്ക് ഈ ഭൂമി ക്രമേണ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പ്രപഞ്ചം മാറിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, മാനുഷിക പരിഗണനകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അപ്പോൾ ദൈവ രാജ്യത്തെക്കുറിച്ചുള്ള ഭയം മനുഷ്യരുടെ ജീവിതത്തിൽ വീണ് കിടക്കുകയാണ്. സ്തോത്രം. നോക്കിക്കേ, ദൈവത്തിൻ്റെ ശബ്ദം ഇവിടെ വിളിച്ചു പറഞ്ഞു, ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ രാജാക്കന്മാരും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും. ഇന്ന് പകൽക്കാലം ദൈവത്തെ ഭയപ്പെടാൻ പറ്റുമോ? ഈ ജനുവരി മാസം പ്രാരംഭം മുതൽ നമ്മൾ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ മാസത്തിൻ്റെ അവസാന മണിക്കൂർ വരെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വാഴ്ത്തത്വങ്ങൾ ഒന്നുപോലും എന്ത് ചെയ്യരുത്, ശത്രു അവൻ്റെ രാജ്യത്തിൽ പിടിച്ചു വയ്ക്കരുത്. അതെല്ലാം ഈ മാസം കഴിയും മുൻപേ ഞങ്ങൾക്ക് നീ തരണമേന്ന് നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? വാഴ്ത്തത്വ നിവർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അഭിഷക്തന്മാരോ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം ശക്തമായി വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ മറുപടികൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പോകുക. ചിലതൊക്കെ ശത്രു രാജ്യത്ത് പിടിച്ചു വയ്ക്കുന്നെങ്കിൽ ഈ മാസത്തിൻ്റെ അവസാന മണിക്കൂറിൽ പറയുന്നു, തൻ്റെ ജനം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റിയപ്പോൾ 7ാമത്തെ പ്രാവശ്യം 7 പ്രാവശ്യം ചുറ്റി.
6 ദിവസം ഓരോ പ്രാവശ്യം ചുറ്റിയപ്പോൾ 7-ാമത്തെ ദിവസം ആമേൻ 7 പ്രാവശ്യം പട്ടണം ചുറ്റി. 7-ാമത്തെ പ്രാവശ്യം പട്ടണം ചുറ്റി വന്നപ്പോൾ ആമേൻ പട്ടണം അതിൽ ഇടിഞ്ഞു വീണതുപോലെ ഇന്ന് പകൽക്കാലം ഈ ആമേൻ മാസത്തിന്റെ അവസാന മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, മുട്ടുമടക്കിക്കോ, ചില പട്ടണ മതിലുകൾ നിന്റെ മുമ്പിൽ ആമേൻ താളടിയാകാൻ പോകുന്ന ദിവസങ്ങളാണ്. ഹല്ലേലൂയ. നമുക്ക് നേരെ, നമ്മുടെ മിനിസ്ട്രിക്ക് നേരെ, നമ്മുടെ കുടുംബത്തിന് നേരെ ആമേൻ സ്തോത്രം, അവജീവന വഴിക്ക് നേരെ ആമേൻ ഹല്ലേലൂയ ശത്രു കെട്ടി ഉയർത്തിയിരിക്കുന്ന സകല കുതന്ത്രങ്ങളുടെ മതിൽക്കെട്ടുകളും ശമനപരഗതുനി അതുരകരകതന ധൂരമനാരകൽക്കനാദി. ദൈവകുഞ്ഞെ, ദൈവം നമ്മളെ എത്ര മാനിച്ചാലും, എത്ര ദൈവം നമ്മെ ഉയർത്തിയാലും, നിങ്ങളെ നടത്തിയവരെ, നിങ്ങൾക്ക് വേണ്ടി കൈത്താങ്ങിയവരെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ഹല്ലേലൂയ. ആമേ, ഉറപ്പായും ദൈവശബ്ദം ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ വിളിച്ചു പറയുന്നു. ആമേൻ, ദൈവത്തെ ഭയപ്പെടേണ്ട സമയം ഇന്ന് പകൽക്കാലം. ആമേൻ സ്തോത്രം. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്, നിന്റെ വായിൻ വചനങ്ങളെ കേട്ട് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴം, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ആ ഒരു പ്രൈസ് ദി ലോർഡ് ആ ഗൈഡൻസിനകത്ത് ആമേൻ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അത്ഭുതങ്ങളിലേക്ക് നടത്തുമെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന, ദൈവം വിളിച്ചിറക്കിയവരെ ആമേൻ സ്തോത്രം ദൈവം ഒരിക്കലും കൈവിടില്ല. പക്ഷെ ദൈവത്തെ വിളിച്ചിറങ്ങുന്നവരുണ്ട്. ആമേൻ, അവർക്ക് ആമേൻ സ്തോത്രം ദൈവത്തെ ഉണ്മയോടെ ആരാധിക്കാൻ കഴിയത്തില്ല. നമ്മൾ കാണുന്നില്ലേ, ചുറ്റുപാടും നമ്മുടെ സഭകളിൽ കാണുന്നില്ലേ, പ്രൈസ് ദി ലോർഡ്, മനഃപൂർവ്വമായി വിശുദ്ധ സഭായഹം മുടക്കുന്നവർ, മനഃപൂർവ്വമായി ഭവനത്തിൽ പ്രാർത്ഥനകൾ വച്ചു കഴിഞ്ഞാൽ ഇരിക്കാത്തവർ, മനഃപൂർവ്വമായി പള്ളികളിൽ വരി പറഞ്ഞാൽ കൊടുക്കാത്തവർ നമുക്ക് കാണുന്നില്ലേ. മനഃപൂർവ്വമായി അവരെ നിന്നും ദൈവം വിളിച്ചിറക്കിയവരല്ല, അവരൊക്കെ ദൈവത്തെ വിളിച്ചിറങ്ങിയവരാ. അങ്ങനെയെങ്കിൽ ദൈവം വിളിച്ചിറക്കിയവരെ ഒരിക്കലും പകുതി വഴി ഇട്ടേച്ച് പോകുന്ന ദൈവമല്ല എന്നൊന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാണ്. ഇവിടെ വായിക്കുന്ന വാക്കിതാണ്, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിനകത്ത് ധൈര്യം ക്ഷയിച്ചുപോയി. ദാവീദിന്റെ ജീവിതത്തിനകത്ത്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ചിലപ്പോൾ ധൈര്യം ചോർന്നു പോകും. പ്രാർത്ഥിക്കുന്ന ആമേൻ, ആകാശത്ത് തീയിറക്കിയ ആമേൻ ഹല്ലേലൂയ ഏലിയാവ് മരിക്കാൻ ഒരു നിമിഷം അവൻ ആഗ്രഹിച്ചു. എനിക്കൊന്ന് മരിച്ചാൽ മതി, അല്ലേ? പലപ്പോഴും ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത് മരിച്ചാൽ മതി. ആമേൻ സ്തോത്രം. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കോടികളുടെ ആസ്തിയുള്ളൊരു മനുഷ്യൻ ഒറ്റ ബുള്ളറ്റിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. ഹല്ലേലൂയ. കാര്യാദികൾ ആമേൻ ഇന്ന് ഈ പകൽക്കാലം ശ്രദ്ധിക്കൂ, നമ്മെ ധൈര്യപ്പെടുത്തുന്നവർ. എത്രയോ പ്രാവശ്യം നമ്മൾ മരിക്കേണ്ടവരായിരുന്നു, അല്ലേ? തീരുമാനമെടുത്തൊന്ന് മരിക്കാൻ നമ്മുടെ വാ കൊണ്ട് തന്നെ പറഞ്ഞു, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, അല്ലേ? ഏലിയാവ് പറഞ്ഞു, ഞാൻ മരിച്ചാൽ മതി, എനിക്കിത് ജീവിക്കണ്ട. ഈ നാണക്കേടുകൾ, ആമേൻ, ഈ ഭാരങ്ങൾ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവിടെ ദാവീദ് പറയുന്നു, എന്നെ ധൈര്യപ്പെടുത്തി. സ്തോത്രം. ആമേൻ. എന്നെ ഒന്ന് ബലപ്പെടുത്തി. ശവന രഗതന ശംധന ദീപൽ മനാഹര. നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നു. ദൈവപൈതലേ, നിന്റെ ഉള്ളിൽ ദൈവം ബലം നൽകാനാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഉള്ളിൽ ബലം നൽകി മാത്രമല്ല, ധൈര്യത്തോടെ ഈ പകൽക്കാലം ധൈര്യത്തോടെ മുന്നേറാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ആലോചന വിളിച്ചു പറയുന്നു. ധൈര്യത്തോടെ കർത്താവിൻ്റെ മുൻപിലേക്ക് നമുക്ക് കടന്നു വരാമല്ലോ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ,
സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ആമേൻ. കർത്താവ് ജനത്തെ അനുഗ്രഹിക്കണം, ദൈവത്തിന്റെ കൃപയിൽ പൊതിയണം, അത്ഭുതം ചെയ്യും. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. അടിയനെ കർത്താവിന്റെ അടുത്തിലേക്ക് താഴ്ത്തുന്നു. യൂട്യൂബ് വഴിയും വാട്സപ്പ് വഴിയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവം മാനിക്കും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.